വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുകൊള്ള നടന്നെന്ന മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം തള്ളി നാട്ടുകാർ. വരദൂരിലെ മറിയവും വല്യമ്മയും 2 വീടുകളിൽ താമസിക്കുന്നവരാണ്. വരദൂർ ചൗണ്ടേരി എന്ന സ്ഥലത്ത് 2 വീടുകളിലായാണ് ഇരുവരും താമസിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട 4000-ഓളം വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നതായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. ഇപ്പോ എന്താ നിങ്ങളെ വീട്ടുപേര്? കുറെ കാലം വോട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഈ ചൗണ്ടേരി എന്ന് പറഞ്ഞ പേരെങ്ങനെയാ വന്നത്? അത് സ്ഥലത്തിന്റെ പേര് വീട്ടുപേരായിട്ട് ചേർക്കുന്നത്. ഇപ്പൊ ഈ വള്ളിയമ്മേനെ അറിയോ? വല്യമ്മനെ കൂലിപ്പണിക്ക് പോകുമ്പോ കണ്ടുന്നല്ലാണ്ട് ഇപ്പൊ ഒന്നും കാണാൻ. രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ പറഞ്ഞു. അതാ പണിക്ക് ഒക്കെ വെറുതെ പറയാ. ഇത്രയും കാലമായി ചെറുപ്പത്തിൽ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ കൂലിപ്പണിക്ക് പോകും. അപ്പൊ അങ്ങനെ കണ്ടു പറ്റിയപ്പെടുന്നല്ലാണ്ട്. രണ്ടുപേരും 2 വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ വീട് താഴെ, എന്റെ വീട് ഇവിടെ. അനുരാഗ് ഠാക്കൂറിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്ഥലം വയനാട്ടിലെ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ കണിയാമ്പറ്റയിലെ ചൗണ്ടേരി എന്ന് പറയുന്നത് ഇത് എന്റെ പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ സ്ഥലപ്പേരിന്റെ പേരാണ് ചൗണ്ടേരി എന്നും ചൗണ്ടേരി കുന്ന് എന്നും അറിയപ്പെടുന്നത്. അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അവരുടെ വീട്ടുപേരായി ഉപയോഗിക്കുന്നത് ചൗണ്ടേരി കുന്ന് എന്നുള്ളതാണ്. ഈ BJPയുടെ ആളുകൾ ബാംഗ്ലൂരിൽ ചേർത്തതുപോലെ ഒരു നമ്പർ ഇട്ട റൂമിൽ 80 വോട്ടർമാരല്ല എന്റെ നാട്ടിലുള്ളത്. അവർക്കൊക്കെ സ്വന്തം വീടുള്ള ആളുകളാണ്. അവരുടെ സ്വന്തം വീട്ടിലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ അവരുടെ വീട്ടുപേര് എന്ന് പറയുന്നത് ചൗണ്ടേരി എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു പ്രയാസവും ആ കാര്യത്തിലില്ല. അത് വർഷങ്ങളായി അവർ ഉപയോഗിക്കുന്ന വീട്ടുപേരാണ്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരുമിച്ച് എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നതാണ്. കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ഒന്നും ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്നതിൽ അനുരാഗ് ഠാക്കൂർ ഇത്ര പ്രയാസപ്പെടേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും മുസ്ലിമിന്റെയും പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗ്ഗക്കാരന്റെയും ഒക്കെ വീട്ടുപേര് ചൗണ്ടേരി എന്നുള്ളതാണ്. അവരൊക്കെ അവരവരുടെ വീട്ടിൽ താമസിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇതൊരു വ്യക്തതയില്ലാതെ ഒരറിവും ഇല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ ഒരു ആരോപണം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ്. അത് കുറച്ചുകൂടിയൊക്കെ പഠിച്ച് കൃത്യതയോട് കൂടിയിട്ട് ഒരു കേന്ദ്രമന്ത്രി അവതരിപ്പിക്കുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അപഹാസ്യനായി പോകുന്നൊരു സാഹചര്യം നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. വിവരങ്ങളുമായി ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണങ്ങൾ തള്ളുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. എന്താണ് അവിടുത്തുകാർ പറയുന്നത്? ധന്യ, തീർച്ചയായും അനുരാഗ് ഠാക്കൂറിന്റെ വാദം പൂർണ്ണമായും തള്ളുന്ന തരത്തിലല്ല, അത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യമാകുന്ന ഒരു കാര്യം. നമ്മൾ ഇന്നവിടെ വരദൂരി ചൗണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പോയിരുന്നു. ഇത് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്ത് ചൗണ്ടേരി എന്ന് പറയുന്ന വീട്ടുപേരിൽ 4000-ഓളം ആളുകൾ, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ പ്രധാനപ്പെട്ട. അതിൽ പ്രധാനമായി 2 പേരുകളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് മറിയമെന്നും അതുപോലെ വല്യമ്മ എന്ന് പറയുന്ന 2 പേരുകളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ 2 പേരും ഒരേ വീട്ടുപേരിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. എന്നാൽ നമ്മൾ ഇന്ന് അവിടേക്ക് പോയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൗണ്ടേരി എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ പേരാണ്. അപ്പോൾ ഈ പ്രദേശത്തിന്റെ പേര് വീട്ടുപേരായി സ്വീകരിച്ച പല ആളുകളും ആ നാട്ടിലുണ്ട്. ആ നാട്ടിൽ മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ സ്ഥലപ്പേര് വീട്ടുപേരായി സ്വീകരിച്ച ആളുകളുണ്ട്. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും അറിവില്ലാത്തത് കൊണ്ടായിരിക്കണം അത്തരത്തിലൊരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്ഥലപ്പേര് വീട്ടുപേരായി സ്വീകരിക്കുക, ഈ സ്വീകരിച്ചത് ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെന്ന് പറയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും തള്ളുന്ന ഒരു പ്രസ്താവന തന്നെയാണ് നാട്ടുകാരും പറയുന്ന ഒരു കാര്യം. തീർത്തും തെറ്റാണ്. ഈ 2 പേരും 2 വീടുകളിൽ താമസിക്കുന്ന ആളുകളാണ്. പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല, അറിയുന്നവരാണ് എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബന്ധമില്ല. 1 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ 2 വീട്ടുകാരും താമസിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നേരിട്ട് തന്നെ അവിടെ എത്തിയാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് തന്നെ. യെസ്, ഇത് പ്രാദേശികമായിട്ട് ഉയർന്ന ഒരു ആരോപണം ഒരിക്കലും, അതായത് അവിടെ നിന്ന് തന്നെ ഈ ഡേറ്റ ലഭിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ബിക്കോസ് അവിടെ എല്ലാവർക്കും അറിയാമായിരിക്കും ഫൈസൽ, ഇതൊരു നാടിന്റെ പേരാണെന്നും മിക്ക ആളുകളും പേരിന് സർനെയിമായിട്ട് ഈ പേര് വെക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം എവിടെ നിന്ന് ഇത് വരുന്നു എന്നതിലേക്കാണ് ചോദ്യം പോകുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മറ്റൊരു സംശയം വരുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ കിടക്കുന്നതും. അത്തരം ആരോപണങ്ങൾ അവിടുത്തുകാർ പറയുന്നുണ്ടോ, ഇല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ആ രീതിയിലാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൂടി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണോ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രതികരിക്കുന്നത്? തന്നെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ വർഷങ്ങളായി ഒരു നാട്ടിൽ ഒരു വീട്ടിൽ ജീവിച്ചു വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അവരൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതി ഉന്നയിക്കേണ്ട ആ സാഹചര്യത്തിലേക്ക് അവർ കടക്കുന്നില്ല. കാരണം
അവർക്കിതൊരു പുതിയ അറിവാണ്, പുതിയ രീതിയാണ്. രാവിലെ നമ്മൾ മാധ്യമ പ്രവർത്തകർ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം അവർ അറിയുന്നത് പോലും. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനൊരു അന്വേഷണം എന്തായാലും നടക്കേണ്ടത്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയൊന്നും പരാതിയുമായി പോകുന്നില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി ശരി ഫൈസൽ.